ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തോ? അവന്റെ കൺസേൺ ആണ് അതല്ലേ. സ്വന്തം മകനെ എന്നെ ഓർക്കണ്ട, സ്വന്തം മകനുണ്ടല്ലോ, അവനെ ഓർത്തെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തുമോ? നമസ്കാരം. രേണു സുധിയുടെ വീഡിയോ നമ്മൾ ചെയ്യൊക്കെ നിർത്തിയതാണ്. നമ്മൾ എന്നേ പറഞ്ഞു ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, എന്തോ ആയിക്കോട്ടെ. ഞാൻ അന്നും പറഞ്ഞൊരു കേസുണ്ട്. ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ രേണു സുധീനെ വിമർശിച്ചുകൊണ്ട് രണാസുന എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് 0 റിഗ്രറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്നും അതിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. എനിക്ക് 0 റിഗ്രറ്റ് ആണ് എന്നുള്ളതാണ്. എൻ്റെ ഒരു സഹോദരിയാണ് അങ്ങനെ ചെയ്തെങ്കിലും എൻ്റെ ഒരു വികാരം അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ പ്രതികരിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും. ഈ രീതി ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രതികരിക്കുമായിരുന്നു. ആ സഹോദരിക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ പോലുള്ള ഒരു മഹാ അസുഖം വന്നാലും അതിനുശേഷം ആ ഒരു സംഭവം വെച്ചുകൊണ്ട് നീ അന്ന് അങ്ങനെ ചെയ്തതിൽ നിനക്കിത് വേണം, നീ ഇത് അനുഭവിക്കുക എന്ന് പറഞ്ഞിരിക്കത്തൊന്നുമില്ല. അവരെങ്ങനെയെങ്കിലും ആ ഒരു അസുഖം മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ആ രേണു സുധിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ അത് മാറട്ടെ, എല്ലാവരും, എനിക്കൊന്നും ആരും കാണത്തില്ല അവൾ അങ്ങനെ നശിച്ച് ചാവട്ടെ എന്ന് ആരും കാണത്തില്ല. പക്ഷെ അവർ മുമ്പ് ചെയ്ത ആ തെറ്റുകൾ അപ്പോഴൊന്നും തെറ്റുകളല്ലാതാകുന്നില്ല എന്നുള്ളതാണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കിക്കൂ എന്നുള്ളതാണ്. ഓക്കെ. അതിനുശേഷം ഇപ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഒക്കെ കേസ് കൊണ്ട് ഞാൻ ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഞാൻ ഇതിനെ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരു വേള ഞാൻ ആദ്യം കരുതി വേണ്ട എന്ന് കരുതി, എന്തിനെ അതിന്റെ ആവശ്യം, ഇത്രയും കിടന്ന് തിളച്ചതല്ലേ, വേണ്ട എന്ന് ആദ്യം എൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ വിചാരിച്ചു. അതിനുശേഷം ഞാൻ വിചാരിച്ചു ശരി, ഓക്കെ, ശരി, അങ്ങനെ ആവട്ടെ. ഞാൻ പല യൂട്യൂബേഴ്സിനും നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ കോൺടാക്ട് ചെയ്തു. അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേട്ടപ്പോൾ ഞാൻ വില്ലിങ് ആയിരുന്നു, സത്യം പറയാൻ ഞാൻ വില്ലിങ് ആയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരാൾ കൊടുത്ത പോലെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട്. പിന്നെ ഞാൻ കരുതി, പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി മറ്റൊരു ഐഡിയ ആണ്. സത്യം പറഞ്ഞാൽ രേണു സുധിക്കാണെങ്കിൽ എന്താണ് ക്യാഷ് ഉണ്ട്, ഇതിന് ചികിത്സയ്ക്ക് ക്യാഷ് ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് രേണു സുധി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിനെക്കാട്ടി 5 പൈസ ഇല്ലാതെ ആരും നാടനോ തുണയോ ഇല്ലാതെ ഒരു നിവൃത്തിയും ഇല്ലാതെ പലരും ഉണ്ട്. അതിൽ കൊണ്ട് അവർക്ക് കുറച്ച് ക്യാഷ് കൊടുത്താലോ എന്ന് വരെയൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സുകളുടെ ഒക്കെ അഭിപ്രായം മാനിച്ചപ്പോൾ ഞാൻ ശരി, ഓക്കെ, അങ്ങനെ ആവട്ടെ, അവരുടെ അഭിപ്രായം ഇത് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നു നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം തന്നെ. ഇനി നാളെ രേണു സുധി വന്ന് പറയുകയാണ് എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ക്യാഷ് ഇല്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നിൽക്കും. അതുവരെ അങ്ങനെ നിൽക്കട്ടെ എന്നുള്ളതാണ്. ഓക്കെ. ഇവിടെ ഞാൻ പറയാൻ വന്നൊരു കേസ്, കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എല്ലാവരും, അതായത് രേണു സുധി ഒരു വീഡിയോ ഇട്ടു, ഈ അസുഖത്തിന്റെ ഇടയിൽ രേണു സുധി ഒരു വീഡിയോ ഇട്ടു, കിച്ചു എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടു. അപ്പോൾ കിച്ചുവിന് ഒരുപാട് ഹെയ്റ്റ്സ് വന്നു. കിച്ചുവിനെ ഒരുപാട് പേര് എന്ത് ചെയ്തു, എന്താണ് അവനെ കുറ്റപ്പെടുത്തി. ഓക്കെ. അപ്പൊ അവനൊരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടിരുന്നു. ഇതാണ് ഈ ക്ലിപ്പ്. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇതാണ്. അപ്പൊ ഞാൻ പോവാൻ തീരുമാനിച്ചു, പിന്നെ വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പറയുന്ന കിച്ചു വന്നിട്ടത്. അതിനുശേഷം കിച്ചു ഇങ്ങനെ ഇട്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് വിമർശിച്ചു. എന്താണ് അങ്ങനെ പറയുന്നത്? നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണല്ലോ, അതെന്തിനാ അങ്ങനെ പറയാൻ പോയത്, അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് ഉൾപ്പെടുത്തുന്ന ഒരുപാട് പേര് എന്താണ് ഈ പറയുന്ന പോലെ അവനെതിരായിട്ട് വീഡിയോ ഇട്ടു. അങ്ങനെ എന്തിനു പറയുന്നത്, വല്ലവർക്കും വേണ്ടി എന്ത് കാണുന്നത്, നിനക്ക് നിന്റെ അമ്മയെ കാണുന്നെങ്കിൽ പോയി കണ്ടൂടെ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ മറുപടിയായിട്ട് കിച്ചു ഇന്നൊരു വീഡിയോ ഇട്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തിനാണോ ഈ പറയുന്ന രേണു സുധിയെ വിമർശിച്ചു കൊണ്ടിരുന്നത്, അത് തന്നെയാണ് കിച്ചു അവിടെ പറഞ്ഞത്. ആ ഒരു സാധനം ഞാനിവിടെ വെക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എന്റെ കിച്ചു ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ. അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ. അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നോ
ഇന്ന് കൊറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് ആ പുള്ളി. ഇതുപോലെ ഒരുപാട് ഇഷ്ടമായ വീഡിയോ ഇതുപോലെ ഇവനെ കുറ്റം വന്നിട്ടുണ്ട്. ഈ പുള്ളിയെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ഇതാർക്കും ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് കിച്ചു ഒരു അമ്മ അല്ലെങ്കിൽ ഒരു മകൻ എന്നുള്ള നിലയിൽ കിച്ചുവിന് പറയാൻ ചില കാര്യങ്ങളുണ്ട്. അതാണ് കിച്ചു ഇവിടെ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം തകർന്നു പോകുന്ന രീതിയിൽ അവൻ പറഞ്ഞത്. അവന്റെ കണ്ണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ സങ്കടം, കണ്ണിൽ തുളുമ്പി നിൽക്കുന്ന ആ ഒരു കണ്ണീരിന്റെ അംശം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി അത് കേൾക്കുക. എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ 2ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ള അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, എനിക്ക് അമ്മയുടെ വില അറിയാലോ. കൊച്ചിലെ ആദ്യത്തെ അമ്മ, യഥാർത്ഥ അമ്മ കിട്ടിയിട്ട് പോയി. അതിനുശേഷം 2ാമത്തെ അമ്മ വന്ന് സംഭവിച്ച എന്നെ നോക്കാത്ത കേസൊക്കെ അവനൊരു ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഈ കിച്ചു കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതാണ് നമുക്ക് കാണാനുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ ഇട്ട് നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തതാണ്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കിച്ചുവിന്റെ കണ്ണിൽ തുളുമ്പി വരുന്ന കണ്ണുനീരുണ്ട്. അത് മനസ്സിലാക്കണം. ഒരു അമ്മയാണ്, അല്ലെങ്കിൽ എടുത്തു വളർത്തിയ ഒരു അമ്മയാണ്. ഏതൊരു മകനും ഇത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല, ഇത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ റിയാക്ഷൻ ചെയ്യുന്നവർ മൊത്തം പറഞ്ഞത്. ഇത് തന്നെയാണ്. ഒരുപാട് ഫെയിം ഉണ്ട്, വേറെ പല നിങ്ങൾക്ക് പിന്നെ ഈ പറയുന്നത് എന്താണ്, പിന്നീട് ഓരോ സീരിയൽസ് കിട്ടുന്നത്, മറ്റൊക്കെ കിട്ടുന്നുണ്ട്. പണം ഉണ്ടാക്കാൻ ഒരുപാട് നല്ല വഴികളുണ്ടായിരുന്നു. എന്തിന് നിങ്ങൾ ഇത് ചൂസ് ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മൾ വിമർശിച്ചത്. അത് കിച്ചു അതാണ് പറയുന്നത്. അവനൊരു മകനാണ്. അവന്റെ അമ്മയെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ അവന് ഹേർട്ടാവും. ബാക്കി ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പന്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പൊ അവൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും ഓക്കെ, ഇതാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്വന്തം അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ്. അവർ വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഋതപ്പൻ അറിയില്ല, കൊച്ചാണ്, അവന് പ്രായപൂർത്തിയാണ്, അവൻ ആ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടത്. എന്തായാലും അവന് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ അവൻ മാന്യമായിട്ട് അതിനകത്ത് ആ മെസ്സേജ് ഞാൻ വായിച്ചു തരാം കേട്ടോ. ഈ ഒരു വീഡിയോ കഴിഞ്ഞ് ഞാൻ മെസ്സേജ് വായിച്ചു തരാം. വളരെ വൈകാരികമായിട്ടാണ് അതിന് മെസ്സേജ് ചെയ്യുന്നത്. ഇത് നിർത്തിക്കൂടെ, എനിക്കത് മോശമുണ്ട്, എന്തെല്ലാം ഫെയിമുകളുണ്ട്, നിങ്ങൾ ആ ഫെയിം വെച്ച് ജീവിച്ചൂടെ, ഋതപ്പൻ നാളെ വലുത് വരുമ്പോൾ അവൻ ചോദ്യം ചെയ്യില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനൊരു മെസ്സേജ് ഇടും. അതിന് മറുപടി ആയിട്ട് രേണു സുധി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ചുണ്ട് പൊട്ടി കാണിച്ചതാണ്. ഓക്കെ, അതൊക്കെ മറ്റൊരു വിവാദം അവിടെ നിൽക്കട്ടെ. എനിക്കിത് 2.5-3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, എന്നിട്ട് ഞാനിത് ചെയ്യും, എനിക്കിതിലൊരു തെറ്റും തോന്നുന്നില്ല എന്നുള്ളത്. അപ്പം ഒരു മകനെന്ന നിലയിൽ അവൻ അത് ഹെർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കാൻ അവൻ എന്ത് ചെയ്തത്, പോയി കാണാൻ വേണ്ടി അവൻ ആ മനസ്സിൽ നിന്ന് അത് പോയി കാണത്തില്ല എന്നുള്ളതാണ്. ബാക്കി എടുക്കാൻ പോയില്ല, ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതും തോന്നി കേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി, ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാൻ ഇപ്പൊ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ, അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ഓക്കെ, ഇതാണ് കിച്ചുവിന്റെ വീഡിയോ. അതായത് അതിനുശേഷം അവൻ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അവിടെ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അവൻ കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അമ്മയെ കാണാൻ പറ്റിയില്ല, കിച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ എന്തോ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇതിനെ ഇവിടെയും നമ്മൾ ഇപ്പൊ ഈ പറയുന്ന കിച്ചുവിനെ വിമർശിക്കുന്നത് അവന്റെ ഏജിലുള്ള ഏതൊരു സ്വാഭിമാനമുള്ള ഏതൊരു മകനും ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് അവൻ ചിന്തിച്ചത് എന്നുള്ളത്. അവന്റെ മനസ്സിൽ അവൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ അവനെ അറിയാവും. അവൻ ഇപ്പം തന്നെ പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, അപ്പൊ എനിക്ക് അപ്പോഴങ്ങനെ പറയാൻ തോന്നിയുള്ളൂ, പക്ഷെ അമ്മയുടെ അസുഖം മാറട്ടെ എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മളെല്ലാവരും പറയുന്നത്. മറ്റതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റ് ചെയ്തവൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ
ഇനി ഇപ്പോൾ ഈ പറയുന്ന മാരകമായ അസുഖത്തിൽ നിന്ന് കരകയറട്ടെ എന്നുള്ളതാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് സത്യം പറഞ്ഞാൽ വളരെ ചങ്കൂറ്റത്തോട്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് ഈ പറയുന്ന കിച്ചു ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വരുമെന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്തുമാത്രം അവൻ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്കും ഇതേ പറയാനുള്ളൂ. അവനത് തുറന്നു പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കും, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതേ പ്രായത്തിലുള്ളവർ ആലോചിച്ച് നോക്കും, സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നവർ ഇങ്ങനെയുള്ള സംഭവം ചെയ്യുമ്പോൾ അവന് അതങ്ങനെ തോന്നും എന്നുള്ളത്. ഞാൻ ആ മെസ്സേജ് വായിച്ചില്ല. ആ മെസ്സേജിൽ കൃത്യമായിട്ട് അവൻ എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു തരാം. ഓക്കെ, അത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് മെസ്സേജ് എഴുതിയിരിക്കുന്നത്. ഹലോ, ഞാനൊരു കാര്യം പറയാനാ മെസ്സേജ് ഇട്ടേ. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ബിഗ് ബോസ് പോലെ, മനസ്സിലായല്ലോ, ബിഗ് ബോസ് പോലെയുള്ള വലിയ TV ഷോയിൽ ഇങ്ങനെ ഒരു ആൾ ഇറങ്ങിയ ഒരാൾ ഇങ്ങനെയൊക്കെ ആണോ കാണിക്കുന്നത്? ആ ഒരു സംഭവം കണ്ടിട്ട് അവൻ പറഞ്ഞത്. എത്ര ഷോയും പ്രൊമോഷനും ഒക്കെ കിട്ടുന്നുണ്ട്, മനസ്സിലായോ? നിങ്ങൾക്ക് ആ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ഷോയും പ്രൊമോഷനും ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, പ്രൊമോഷനൊക്കെ കിട്ടുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ജീവിച്ചൂടെ? അത് ഒരു മകന്റെ സങ്കടമാണ്, മനസ്സിലായോ? അവൻ അമ്മയോട് പറയണം, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോയി ഇത്രയും ഈ പറയുന്ന ഒരു പ്രൊഫൈലും കാര്യങ്ങളും ആൾക്കാരൊക്കെ തിരിച്ചറിയുകയും ഒക്കെ കിട്ടുന്നുണ്ട്, പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, ഒരുപാട് TV ഈ പറയുന്ന റീൽസുകൾ ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ പോയി ജീവിച്ചുകൂടെ എന്ന് പറയാണ്, മനസ്സിലായോ? കിട്ടുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി അങ്ങനെ ജീവിച്ചൂടെ? ഫെയിമായിട്ട് നിൽക്കുമല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കണോ? നല്ല ഫെയിമിൽ നിൽക്കുന്ന ഒരാളെ എന്തിനാണ് ഈ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അവന്റെ ക്വസ്റ്റ്യൻ. ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തോ? അവന്റെ കൺസേൺ ആണ് അതല്ലേ. സ്വന്തം മകനെ, എന്നെ ഓർക്കണ്ട, സ്വന്തം മകനുണ്ടല്ലോ, അവനെ ഓർത്തെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തുമോ? അല്ലാതെ ഇങ്ങനെയൊക്കെ ജീവിക്കാം ഫെയിം ഉള്ളതല്ലേ? അല്ലാതെ എങ്ങനെയൊക്കെ ജീവിക്കാം എന്നുള്ളതാണ്. അല്ലാതെ എങ്ങനെയൊക്കെ ജീവിക്കാം, ഫെയിം ഉള്ളതല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഇരിക്കും. അത്രയ്ക്കും വിഷമം വന്നിട്ടാ പറയുന്നത്. ഇതുവരെ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ്, അത്രയ്ക്ക് വിഷമം എൻ്റെ ഉള്ളിൽ തട്ടിയുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫെയിം ഉള്ളതല്ലേ അമ്മ? എന്തെല്ലാം ജോലികൾ, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, എന്തെല്ലാം പ്രൊമോഷൻസ് കിട്ടുന്നു. ഈ ജോലി ഋതപ്പനെ ഓർത്തെങ്കിലും സത്യം പറഞ്ഞ് നിർത്തും. അത് ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ അവനൊരു മകനല്ലാതായി തീരും, അല്ലേ? പറഞ്ഞില്ലെങ്കിൽ അവനൊരു മകനല്ലാതായി തീരും എന്നുള്ളതാണ്. ഓക്കെ, ഋതപ്പനും ഇതൊക്കെ എഫക്ട് ചെയ്യുമല്ലേ? അവനും ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ? അവന്റെ ഫ്രണ്ടൊക്കെ എങ്ങനെ എടുക്കും? അറിയാലോ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വളരെ സത്യം പറഞ്ഞ സങ്കടത്തോടു കൂടി അയച്ച ഒരു മെസ്സേജാണ്. ഇതിൽ കണ്ട അവളൊരു മെസ്സേജ് എന്താണ് പറഞ്ഞത്? ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് വൺ ടൈം വാച്ചിന് വേണ്ടിയിട്ട് അവൾ ഇട്ടൊരു മെസ്സേജ്. അതിന്റെ ഫുൾ ഇതില്ല. അവൻ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വേറെ എന്തോ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ സമയത്ത് വേറെ എന്തോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണോ ഇനി വേറെയാണോ എന്ന് അറിയത്തില്ല. ആ സമയം അതിന് തൊട്ട് മുമ്പ് വൺ ടൈം ആയിട്ട് എന്തോ ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതങ്ങ് പോയി, അതിന് താഴെ ഇട്ടതായിരിക്കാം മേ ബി. ഓക്കെ, അതിൽ ഞാൻ ലൈവാണ് പോയത്. എൻ്റെ ലിപ്പ് പൊട്ടിയിരിക്കുന്ന കാര്യമാണ് ഞാൻ സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് പിന്നെ ബാക്കി കണ്ടുകൂടാ. അതിന്റെ ബാക്കിയാണ് അവൻ പറയുന്നത്. എനിക്കിതില് 2.5-3 ലക്ഷം രൂപ വരെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ഇനി എനിക്കിതിലൊന്നും വലിച്ചു കയറാനോ ഒന്നുമില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ രീതി തെറ്റാണ്. നിങ്ങൾ അങ്ങനെ നശിച്ചു പോകരുത് എന്നുള്ള രീതിയിലാണ് ഈ റിയാക്ഷൻകാരെല്ലാവരും ഈ സത്യം പറഞ്ഞ എന്താണ് അവരെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. സത്യം പറഞ്ഞ ഒരു കണക്കിന് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് നമ്മൾ റിയാക്ഷൻ ചാനലുകളാണ്. അവരെ കൂടെ നിൽക്കുന്ന, അവർക്ക് ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അവരെ ഒരു ദുരിതത്തിലേക്ക് കൊണ്ടിട്ടത് അവരെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സുകളാണെന്ന് പറയും. അതൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ലേ, കുഴപ്പമില്ല, നീ ചെയ്യ്, ഇതൊക്കെ അവന്മാർക്ക് എന്തൊന്നും പറഞ്ഞ് കൂടെ നിർത്തി ഇവർക്ക് സപ്പോർട്ട് ചെയ്യില്ല. അവരാണ് ഇതിൻ്റെ എല്ലാത്തിനും കുറ്റക്കാരെന്ന് ഞാൻ പറയും. മനസ്സിലായോ? ഇനിയും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പണ്ട് പാസ്റ്റ് ചെയ്തതൊന്നും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതൊന്നും നമുക്ക് ന്യായീകരിക്കാനോ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇങ്ങനെ അസുഖം വന്നത് കൊണ്ട് അതൊക്കെ മാഞ്ഞു പോകുക അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ പാസ്റ്റ്, അതൊക്കെ നമുക്ക് മറക്കാൻ എല്ലാവർക്കും കഴിയുമെന്നതാണ്. ഈ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളല്ലേ, എല്ലാവരും സമയമാകുമ്പോൾ എല്ലാവരും മറക്കും.
ഈ ഒരു അസുഖം നിങ്ങൾ എല്ലാവരെയും പോലെ ഞാനും വളരെ വളരെ ആത്മാർത്ഥമായിട്ട് പിന്നീട് ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് ഈ അസുഖമൊക്കെ മാറിയിട്ട് പൂർവാധികം ശക്തിയോടെ വരട്ടെ. ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ശക്തിയോടെ വരുമ്പോൾ എല്ലാ തേജസ്സും ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തരുമ്പോൾ പഴയ ഒരു സെറ്റപ്പിലേക്ക് പോകാതിരിക്കാനുള്ള മനസ്സ് താങ്കൾക്ക് ദൈവം തരട്ടെ എന്നുള്ളത് എനിക്ക് ആ ഒരു പ്രാർത്ഥനയുള്ളൂ. വീണ്ടും നമ്മളെ കൊണ്ട് വിമർശിക്കാനുള്ള ഒരു ഇട വരുത്തരുതേ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അതിൻ്റെ ഒരു സർവൈവർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വൃത്തികേടിൽ കാണിക്കുമ്പോൾ അത് സർവൈവർ ആണ്, അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്നൊന്നുമില്ല. നമുക്ക് സമൂഹത്തിന് ഇവിടെ ദോഷകരമായി ബാധിക്കുന്ന ഏത് പ്രവൃത്തിയും, അതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അത് മറ്റുള്ളവരെ സ്വാധീനിക്കുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. അതിനാണല്ലോ റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത്രയേ പറ്റുള്ളൂ. താങ്കൾ ഉറപ്പായിട്ടും 100% താങ്കൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ താങ്കൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം താങ്കളുടെ ചിന്തകൾ പഴയ രീതിയിലേക്ക് താങ്കൾക്ക് പോകാതിരിക്കാനുള്ള ഒരു മനസ്സ് കൂടി താങ്കൾക്ക് ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം.